കേരളത്തിലെ മുഖ്യമന്ത്രിയാരെ കേരളം കാത്തിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉണ്ടാകേണ്ടത്. ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറിലും ഈ മണിക്കൂറിലുമെല്ലാം. പക്ഷേ വൈകിട്ട് 5:30 സുപ്രധാനമായ യോഗം നടക്കുന്നു. അതിനുശേഷം ഒരു തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്, നേതാക്കൾക്കും പ്രവർത്തകർക്കും എല്ലാം ഉള്ളത്, കേരളീയ പൊതുസമൂഹത്തിന് ആകെയുമുള്ളത്. വൈകിട്ട് 5:30 മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച ശേഷം തീരുമാനം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ ഒരു പോയിന്റിലേക്ക് എൻ പോയിന്റിലേക്ക് ഈ ഡിസ്കഷൻ എത്തുന്നു എന്ന് വേണം കാണാൻ. ഇപ്പോൾ കാണുന്ന ദൃശ്യം അത് തിരുവനന്തപുരത്ത് രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ്. നേരത്തെ നമ്മൾ ആലുവയിൽ വി ഡി സതീശന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇത് രാവിലെയുള്ള ദൃശ്യമാണ്. രമേശ് ചെന്നിത്തല വളരെ കോൺഫിഡൻ്റായി നിൽക്കുന്നു എന്താണ് അമൽ തേനമ്പ്രമ്പിൽ അവിടെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും നിരവധി പേർ എത്തുന്നുമുണ്ട്. അമൽ തുടരുന്നുണ്ട്. അമൽ, എന്തായാലും ഇനി ഇപ്പോൾ 5:30 യോഗം, ഇപ്പോൾ 4:30 ആകുന്ന സമയം, 1 മണിക്കൂറിന് ശേഷം യോഗം നടക്കാൻ പോകുന്നു. 5:30 യോഗം എന്ന് പറയുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ആരാണ് നെക്സ്റ്റ് CM എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ACC പ്രസിഡന്റ് വിളിച്ചു പറയുമല്ലോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അറിയിക്കുമല്ലോ. സ്വാഭാവികമായൊരു പ്രോസസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അറിയാൻ കഴിയുമെന്ന് നമുക്കിപ്പോഴും ഉറപ്പിക്കാം അല്ലേ? ആ ഒരു പ്രതീക്ഷയിലാണോ രമേശ് ജിയും ഉള്ളത്? യതീഷേ, തീർച്ചയായും അതെ. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വീടിൻ്റെ മുറ്റം നിറയെ ആളായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആദ്യം ലൈവ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഈ ആളുണ്ടായിരുന്നില്ല. വീണ്ടും ആളുകൾ അവിടെ നിന്നും ഇങ്ങനെ വരുന്നതും കാണാം. വാഹനങ്ങൾ, ഈ വഴി രതീഷിന് അറിയാവുന്നതാണ്. AK ആന്റണിയുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന ആ ഭാഗത്തേക്കുള്ള ചെറിയൊരു വഴിയാണ്. അപ്പോൾ വഴിക്ക് വീതി കുറവാണ്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഈ വഴിയിൽ നിറയെ വാഹനങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ടു മുമ്പ് ഈ സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് നടി പ്രിയങ്ക ഇവിടേക്ക് എത്തിയിരുന്നു. കോൺഗ്രസിൻ്റെ പ്രചരണങ്ങളിലെല്ലാം സജീവമായി എല്ലായിടങ്ങളിലും ഓടിയെത്തിയ ഒരാളാണ് നടി പ്രിയങ്ക. രമേശ് ചെന്നിത്തലയെ കാണാനായി ഒരു ബൊക്കെയൊക്കെയായി അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അവരിപ്പോൾ രമേശ് ചെന്നിത്തലയുമായി അകത്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു. നേരത്തെ നമ്മൾ ബാലുവിൻ്റെ പ്രതികരണം കേട്ടിരുന്നു. സ്നേഹ, വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുക, എന്താ പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു പ്രതീക്ഷ, കാരണം നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും നമ്മൾ സ്വീകരിക്കും. കോൺഗ്രസ് പ്രവർത്തകരല്ലേ നമ്മളെല്ലാവരും. പിന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്, അവർക്ക് നല്ലൊരു നീതിയുക്തമായിട്ട് അവരിഷ്ടപ്പെടുന്ന ഒരു ഭരണം കോൺഗ്രസ് കാഴ്ചവെക്കുമെന്നാണ്. തീർച്ചയായിട്ടും മണിക്കൂറിനുള്ളിൽ അത് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിങ്ങളെപ്പോലെ ഞങ്ങളും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. സ്നേഹയുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായ രമേശ് എത്തുന്നാണോ? തീർച്ചയായിട്ടും എല്ലാവരും നേതാക്കളാണ് ഞങ്ങൾക്ക്, മനസ്സിലായി. പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ഇഷ്ടമൊക്കെ ഉണ്ട് രമേശ് ചെന്നിത്തല സാർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന തീരുമാനം അത് ഞങ്ങളുടെ കൂടെ തീരുമാനമായിരിക്കും. എന്തായാലും ആലപ്പുഴയിൽ നിന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി ആകുന്നത് കാണാനെത്തിയതാണ്. വേറെ കുറേ കുട്ടികൾ കൂടി ഇവിടെയുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിറച്ച് ഈ വീടിൻ്റെ മുറ്റവും വീടിനകവും നിറച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. അകത്തിപ്പോൾ നടി പ്രിയങ്കയുമായി രമേശ് ചെന്നിത്തല സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ആ മുറിയുണ്ട്. ഈ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുൻവശത്തായി ഉള്ള മുറി, ആ മുറി നിറയെ ആളാണ്. അവിടെ അകത്ത് തിക്കി ഞെരുങ്ങി ഒരു തീരുമാനവും കാത്ത് നിൽക്കുകയാണ്. ഒരു തീരുമാനം വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന് അത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. ഈ അരുൺ രാജേന്ദ്രൻ ചേരുന്നുണ്ട്, KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അരുണെ, വൈസ് പ്രസിഡന്റ്. അരുണെ, എന്താ പ്രതീക്ഷിക്കുന്നത്? വളരെ മികച്ചൊരു തീരുമാനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. പാർട്ടി എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് രമേശ് ചെന്നിത്തല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണല്ലേ? പാർട്ടി തീരുമാനിക്കുന്ന ആരാണോ അവരെ അംഗീകരിക്കും. പാർട്ടി തീരുമാനിക്കുന്നത് എന്തായാലും അംഗീകരിക്കും എന്ന് പറയുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി കാണണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത്. രമേശ് ചെന്നിത്തല ഇടയ്ക്ക് ഒന്ന് പുറത്തു പോയിരുന്നു. രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെയായി പോയതാണ്. അതിനുശേഷം പിന്നീട് മടങ്ങി വീട്ടിലേക്ക് എത്തി. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1-2 മരണ വീടുകളിലും മറ്റുമൊക്കെ പോയി. പക്ഷേ വരുന്ന പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ വരുന്ന നേതാക്കളോടുമൊക്കെ ജോസഫ് വാഴക്കിനോട് വന്നു പോയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് മലയങ്കിഴി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. വരുന്ന നേതാക്കന്മാരോടും പ്രവർത്തകരോടും എല്ലാം രമേശ് ചെന്നിത്തല ഭയങ്കര കോൺഫിഡൻസ് ആയാണ് സംസാരിക്കുന്നത്. ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള തരത്തിലാണ്. ഇതെല്ലാം നമ്മളിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു തരത്തിൽ അങ്ങനെ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. ആ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ സമയം 4:30 കഴിയുന്നു. 4:30 കഴിഞ്ഞാൽ ഇനി കൃത്യം ഈ യോഗം നടക്കാനുള്ളത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂർ കഴിഞ്ഞ് നടക്കുന്ന യോഗം എപ്പോൾ അവസാനിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള യോഗമാണ്. അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ഡെയിലി കമ്മ്യൂണിക്കേഷനുള്ള 2 ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒന്ന് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷേ ആ യോഗത്തിൻ്റെ ഒരു ഉദ്ദേശം. അത് എത്ര സമയം നീളുമെന്നറിയില്ല. ആ യോഗശേഷം ഒരു തീരുമാനം വരും. ആ തീരുമാനത്തെ ഈ കൂടിയിരിക്കുന്ന പ്രവർത്തകർക്ക് ഇപ്പോൾ ആരുടെ പേര് പ്രഖ്യാപിച്ചാലും എല്ലാവരും ഞങ്ങളുടെ നേതാക്കളാണ്, ആരുടെ പേര് പറഞ്ഞാലും അംഗീകരിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ ചിരിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ഇപ്പോൾ ഒന്നുകിൽ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ ചിരിച്ച് സംസാരിക്കുന്ന ആളുകളുടെ മുഖത്ത് നിന്ന് ആ ചിരിമായും, അതോടൊപ്പം തന്നെ KSUയുടെ ക്യാമ്പിലാണെങ്കിൽ അവരുടെ ചിരിയും KC അല്ല എന്ന് വന്നാൽ മായും. വീഡിയോയുടെ അവസ്ഥയാണെങ്കിൽ അവർ വളരെ ഏകദേശം അവിടെ നിന്നുള്ളൊരു വൈബ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാഗിന് അവിടെ നിന്ന്
സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ ക്യാമ്പുള്ളത്. ഇന്നലെ വരത്തെ പോലെയല്ല കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. വി ഡി സതീശനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നൊരു പ്രതീക്ഷ അവിടുത്തെ ക്യാമ്പ് പങ്കുവയ്ക്കുകയാണ്. ആ പ്രതീക്ഷയൊക്കെ ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ സമയം വരെ ആ 3 കൂട്ടർക്കും ഉണ്ടാകും. ഇപ്പോഴെന്തായാലും 3 കൂട്ടരും ഒരുപോലെ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. തങ്ങളുടെ നേതാവിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം എത്തുമെന്നുള്ളതാണ് ആ പ്രതീക്ഷ എന്താകും എന്നറിയണമെങ്കിൽ എല്ലാ മലയാളികളെയും പോലെ ഈ പ്രവർത്തകരെയും പോലെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് ഇങ്ങനെ നീളുകയാണ്. ഇന്നെന്തായാലും ഉണ്ടാകും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതേപോലെ ഒരു ആൾക്കൂട്ടം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് KPCC ഓഫീസിലാണ്. അന്നും ഇതുപോലെ പ്രഖ്യാപനം ഉണ്ടാകും. അത് 3 ദിവസങ്ങൾക്ക് മുൻപാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അന്നുണ്ടായില്ല. ഇന്ന് പക്ഷേ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് പ്രവർത്തകർ നേതാക്കൾ. രതീഷ്.